ഇനി പൊട്ടുവെള്ളരി കൊണ്ടുള്ള വെറൈറ്റി വിഭവമായിട്ടാണ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ നല്ല വിശപ്പൊക്കെ മാറും. അതായത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതിങ്ങനെ തൊലി ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് വരും. എന്ത് ഇതിലാണ് വരുന്നത്, നമുക്കങ്ങനെ ഒരു കത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചാണ്. നമുക്കത് കുറച്ച് എന്താ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം, വളരെ സ്പോഞ്ചായിട്ട് നമുക്ക് തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ വളരെ നല്ലതാണ്. കാണാനും നല്ലതാണ്, തിന്നാനും കഴിക്കാനും നല്ലതാണ്. അതായത് നമുക്കിങ്ങനൊരു ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉപയോഗിക്കുന്നത് സാധാരണ. അല്ലെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നല്ല വയറ് നിറച്ച് കഴിച്ചാൽ നമുക്കിതൊരു രാവിലത്തേക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് മതിയാവും. അതായത് അത് ഫസ്റ്റ് ഇതൊന്ന് ഇട്ടത് അത് കുറച്ച് അതിനോർത്ത് കുറച്ച് നൈസ് അവൽ കിട്ടിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള അവലാണെങ്കിൽ അത് ഒരു ഇച്ചിരി പാലിനകത്ത് കുതിർത്ത് വെച്ചിട്ട് അതിട്ടാൽ നല്ലത്. ഇപ്പം നൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ച് പാലിട്ടാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നാളികേരം അതിൻ്റെ പുറത്തിടുക. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ തേൻ, നല്ല ചെറുതേനാണ്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നല്ല തേൻ കിട്ടുന്നത്. ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് തേൻ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇടുക. ഇങ്ങനെ ശരിക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ എന്തോ നമ്മുടെ നാട്ടിൽ കപ്പയൊക്കെ പുഴുങ്ങി ഉടയ്ക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ. പക്ഷെ അതിനേക്കാൾ നല്ല സോഫ്റ്റാണ്. അത് വേവിച്ചാലേ ഇങ്ങനെയാവുള്ളൂ. പക്ഷേ ഇതിന് വേവൊന്നുമില്ല. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് അവൽ നനച്ച് ഇങ്ങനെ ഇടുക. കുറച്ച് നാളികേരം അതിൻ്റെ പുറത്തിടുക. കുറച്ച് എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും 1 സ്പൂൺ തേനിടുക. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ടാൽ നല്ലതാണ്. അതിൻ്റെ പുറത്ത് കുറച്ചിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതിയാകും അതിൻ്റെ നട്ട്സ്. ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് നല്ലതാണ്. രാവിലെ കഴിച്ചാൽ അത് കുറേ നേരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അത് ഉപയോഗിക്കാം. എല്ലാവരും കഴിച്ച് നോക്കണം. ഇപ്പം അത് ഇപ്പം കിട്ടുന്ന സീസണാണ്. ഇപ്പോഴേ അത് കിട്ടുള്ളൂ. 2-3 മാസമേ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ. അതുപോലെ എല്ലാവരും വാങ്ങിച്ചത് കഴിച്ച് നോക്കുക. വളരെ നല്ലതാണ്. തണുപ്പ് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം.